മലയാള സീരിയൽ രംഗത്ത് മാറ്റം കൊണ്ടുവന്ന സിറ്റ് കോമഡി സീരിയലായിരുന്നു ഉപ്പും മുളകും. അതിൽ അമ്മാവൻ്റെ റോൾ തന്മയത്വമായും സ്വാഭാവികമായും അവതരിപ്പിച്ച മുരളീധരൻ മാനിഷാദ, അതായത് മുരളീധരൻ നായർ, ശ്രീ മുരളീധരൻ മാനിഷാദയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വതസിദ്ധമായ തമാശകൾ പറയുകയൊക്കെ ചെയ്തു. എങ്ങനെയായിരുന്നു ആ സെറ്റിലെ അനുഭവങ്ങൾ? സെറ്റിലെ അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കംപ്ലീറ്റ് കാണാതെ പറയുന്നൊരു സംഭവം. പ്രോമറ്റിംഗ് ഇല്ല. നമ്മൾ ഇരുന്ന് കൂട്ടായ്മയായിട്ടിരുന്ന് അത് പഠിച്ച് അത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എന്തുവേണം കൈ നിട്ട് അടിക്കാം. സന്ദർഭം ചോദിച്ച കൈ നിട്ട് അടിക്കാം. അല്ല, ആദ്യം ഒരു കഥാതന്തു തരുമോ അതോ ഡയലോഗ്സ് ഒക്കെ തരുമോ? അല്ല, അത് ഒരു ഇപ്പം തന്നെ കേശുവിന് പനി, അതാണ് കാരണം. അതിനെ പറ്റിയുള്ള ആയിരിക്കും ആ ഒരു കംപ്ലീറ്റ് ഒറ്റ ഇതായിട്ട്. അപ്പം അതിൽ വരുന്ന വാക്കുകളും അല്ലെങ്കിൽ ഡയലോഗുകളും നിങ്ങളുടെ തന്നെയാണോ അതോ തിരക്കഥാകൃത്തിൻ്റെയാണോ? കഥാകൃത്തും ഉണ്ട്, ഇല്ലെന്നില്ല, ഉണ്ട്. കഥാകൃത്തിൻ്റെയാണ്. പക്ഷെ കഥാകൃത്ത് എഴുതി വച്ചേക്കും പോലെ ആയിരിക്കില്ല ഡയലോഗുകൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ജനത്തിന് നല്ല രീതിയിൽ സുഖിക്കത്തക്ക രീതിയിലാണ് എഴുതും പറയും നമ്മൾ. പുള്ളി അത് ഒരു മാറ്റർ തയ്യാറാക്കി തരും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അങ്ങ് വരുന്ന എപ്പിസോഡുകളെ കൂടുതൽ ജനകീയമായി അതിൻ്റെ റേറ്റിംഗ് കൂടി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അമ്മാവൻ വരുന്നു, അല്പം മദ്യപിക്കുന്നു, ആ രീതിയിലേക്കുള്ള അത് വളരെ ജനകീയമാക്കി എടുക്കാൻ എങ്ങനെ കഴിഞ്ഞു? അത് നമുക്ക് സ്വാഭാവികമായിട്ട് പണ്ടൊക്കെയാണെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി കഴിച്ചുകൊണ്ടും. ഇപ്പം പിന്നെ ഉപ്പും മുളകിലും വന്ന് 2-3 കൊല്ലം വരെ ഇങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഈ അസുഖങ്ങളൊക്കെ ആയത് പിന്നെ നമ്മളങ്ങ് വച്ച് കെട്ടി. അപ്പം ഈ കുടികാരന്മാർ നമ്മൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ റോഡിൽ കിടക്കണമുണ്ട്, അടി കൊണ്ടിട്ടു അടിയും മാറ്റുകൊണ്ട് പോണവരുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ മനസ്സിലങ്ങ് കരുതി. ഒരു കഥാപാത്രം ഡയറക്ടർ തന്നു, അത് മനസ്സിൽ കണ്ടുകൊണ്ട് വയസ്സായ ആളുമാണ്, അതിൻ്റെ ശൈലിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ നമ്മുടെ ഡയറക്ടർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു.